ഒറ്റമൂലി ചികിത്സകൻ കൊട്ടാരത്തിൽ വന്നത് അതും മലക്കാണ്, അള്ളാഹു നിയോഗിച്ച മലക്ക്. ആ ഒറ്റമൂലി ചികിത്സകൻ വന്നിട്ട് പറഞ്ഞു ഫിറൗനിനോട്, നിങ്ങളെ മക്കളെ രോഗം ഞാൻ മാറ്റിത്തരാം. അപ്പൊ പറഞ്ഞു, എങ്ങനെ? ഞാൻ പറയുമ്പോൾ എന്നാ മാറുന്നു. എങ്ങനെ മാറുക? നിങ്ങളെ പെൺകുട്ടികൾ 7 പെൺകുട്ടികൾ 40 ദിവസം നെയിൽ നദിയിൽ പോയിട്ട് മുങ്ങി കുളിച്ചാൽ മതി. എന്നാ പോയിക്കൊള്ളു. ചെറുകുട്ടിനെ മക്കളെ വിളിച്ചു, വാ വാ 7 വിളിച്ചു. പുളി 7 വന്ന്. ഇന്ന് പത്രത്തിൽ കണ്ടില്ലേ ഒരു പുലിക്കാരെങ്കിലും ഉണ്ട്, അതിന്റെ ബാക്കിയെന്ന് തോന്നിയത്. എല്ലാം വന്ന് നിന്ന് ഒപ്പവച്ചു. മക്കളെ, നിങ്ങളെ രോഗം മാറുന്ന ചികിത്സ ഉണ്ട്. എന്താ? നിങ്ങൾ 7 ആളും 40 ദിവസം നെയിൽ നദിയിൽ പോയിട്ട് നീന്തി മുങ്ങി കുളിച്ചാൽ മതി. മക്കളെ ഒരേ ചിരി. ചെറുചേച്ചന്റെ ഉപ്പ പോയി കുളിക്ക്. ഇനി അതല്ല നമ്മളാ ശരി. ആദ്യം നിങ്ങൾ നന്നാക്കി കുളിക്ക്, വൃത്തിപ്പെട്ട് കുളിക്ക്. നമ്മൾ കുളിക്കൂല. അയാൾ പറഞ്ഞു, ഫിറോൻ പറഞ്ഞു, മക്കളെ കുളിച്ചാൽ രോഗം മാറുന്ന ഈ വൈദ്യർ പറയുന്നത്. എന്താ ഉപ്പ അങ്ങ് പറയുന്നത്? നെയിൽ നദിയിൽ എത്ര ദൂരെ പോയി കുളി, ഞങ്ങൾ പറ്റൂല. അപ്പൊ ഫിറോൻ ഈ വൈദ്യനോട് ചോദിച്ചു, ഒരു കാര്യം ചെയ്താൽ മതിയോ? നെയിൽ നദിയിൽ ഒരു ബക്കറ്റ് വെള്ളം കുടിക്കണമെന്ന് കുളിച്ചാൽ മതി ചോദിച്ചു. ഓൻ്റെ ഒടുക്കത്തെ ബുദ്ധി അത്. അപ്പോ ഈ പന്നാൾ ചോദിച്ചു, ബക്കറ്റിൽ നിന്ന് നീന്താൻ പറ്റുമെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. എന്നാ കുളിക്കാനും പറ്റൂല. ഒഴുകുന്ന വെള്ളത്തിലേക്ക് കുളിക്കും. വെള്ളം അങ്ങനെ ഒഴുകണം, അതിൽ കുളിച്ചാൽ മതി. അതിനെ കുളിച്ചാലേ രോഗം പോകുന്നു. എന്നാലും മൂസാനബിന്റെ പൊട്ടിങ് വരികയും അതാണ് കുറച്ചോന്റെ കുതിര. അപ്പൊ ഫിറോൻ ചോദിച്ച്, ഈ നെയിൽ നദിയിൽ നിന്ന് ഒരു കനാല് തോട് വെട്ടിയിട്ട് വെള്ളം കെട്ട് കയറ്റിയിട്ട് ഇങ്ങനെ തിരിച്ച് നെയിൽ നദിയിലേക്ക് പോകുന്ന രൂപത്തിൽ ഒരു കൈ തോടുണ്ടാക്കിയാലോ? മൂപ്പർക്ക് അത് പറ്റും, വെള്ളം അങ്ങനെ ഒഴുകിയാൽ മതി. ഫിറോൻ പട്ടാളക്കാരെ നിയോഗിച്ചിട്ട് തോടുണ്ടാക്കി. നെയിൽ നദിയിൽ ഒരു തോട്. ഫിറോന്റെ കൊട്ടാരത്തെ വലം വെച്ചിട്ട് ഇങ്ങനെ അത് പോകും. വീണ്ടും നെയ്യിലേക്ക് വെള്ളം കെട്ട് കയറിയിട്ട് ഇങ്ങനെ പോകും. അപ്പൊ അതിന്റെ ആ റൗണ്ട് ഇങ്ങനെ അടിക്കുന്നതിന് സെന്ററിൽ ആ സ്ഥലത്ത് ഒരു പൂന്തോട്ടമുണ്ട്. അവിടെ ഒരു ചെറിയ മരമുണ്ട്, ചാഞ്ഞ മരം. ആ മരത്തിന്റെ ചൂട്ടിൽ ആസിയാബി വന്നിരിക്കും. അതിനിപ്പുറത്ത് ഒരു കല്ലിന്റെ മേലെ ഫിറോൻ ഇരിക്കും. മക്കൾ അവിടുന്ന് കുളിക്കും, ഇവരിരുന്ന് വർത്താനം പറയും. അങ്ങനെയാണ് കഥ. 39 ദിവസം ഈ കുട്ടികൾ കുളിക്കാണ്. അത്രയും ദിവസം ഇബ്നു ജഅഫർ എന്ന ആശാരിയെ തേടിയിട്ട് മൂസാ നബിന്റെ ഉമ്മ നടക്കുകയും ചെയ്യാം. 39 ദിവസം കഴിഞ്ഞിട്ട് കുട്ടികൾ രോഗം മാറിയില്ല. മക്കൾ 39 ദിവസം കയറിയിട്ട് ഫിറോനോട് വന്നിട്ട് പറഞ്ഞു, ഹലോ അലാക്കിന്റെ ഉപ്പ 39 ദിവസം കുളിച്ചിട്ട് ഒരു മാറ്റമില്ല, ഇപ്പൊ എല്ലാം കൂടി നല്ല ക്ലീൻ. ആ പഴയ പുള്ളിയെല്ലാം മണ്ണെല്ലാം പോയിട്ട് നല്ല തെളിഞ്ഞു വന്നു. പണ്ട് അണ്ണാച്ചിനെ നാട്ടുകാർ കുളിപ്പിച്ചല്ലോ. അണ്ണാച്ചിനെ പിടിച്ച് തേച്ച് കൈ കുളിപ്പിച്ചപ്പോൾ അണ്ണാച്ചി ഇങ്ങനെ വെളുത്ത് വരും. ഒരുത്തം പോലെ ശരിക്കും തേച്ചടാ വെളുത്തണ്ണാച്ചിയാണ്. ശരിക്കും പറഞ്ഞാൽ തേച്ച് നോക്കുമ്പോൾ അണ്ണാച്ചി എല്ലാം വെളുക്കുന്നു. ഓ പണ്ടൊക്കെ ഒരു ബനിയൻ ഉണ്ടായിരുന്നു നേരത്തെ, അത് തേച്ച് വെളുത്ത് വന്നതാ. ആ അതുപോലെ ഇതിന്റെ കളറെല്ലാം പോയിട്ട് വീട്ടുകൾ നല്ലോണം വെളുത്തു, പുള്ളി വെളുപ്പും കറുപ്പല്ലേ. അപ്പൊ മക്കൾ പറഞ്ഞു 39 ദിവസം കുളിച്ച് മാറിയില്ല. അപ്പൊ ഫിറോൻ പറഞ്ഞു, 40 ദിവസമല്ലേ പറഞ്ഞത്, ഒരു ദിവസം കൂടി കുളിക്കുന്നു. പിള്ളേർ ഞങ്ങൾക്കല്ല കാക്ക വിരാന്തണ്ട, 39 ദിവസം കുളിച്ച് മാറാതെ 40 ദിവസം കൂടി കുളിക്കുക മാറാന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, നാളെയും കൂടി കുളിച്ചോക്കെ. ഇനി നിങ്ങൾ നാളെ കുളിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ ആ കുളിക്കാൻ പറഞ്ഞ വൈദ്യനെ കുറിച്ച് ഞാൻ റൂമിൽ ഇട്ടിട്ടുണ്ട്, മൂപ്പര മയ്യത്തെ നമുക്ക് ആ വെള്ളത്ത് കുളിപ്പിക്കാം. അപ്പൊ പിള്ളേർക്ക് സമാധാനമായി. ആയിക്കോട്ടെ. 40ാമത്തെ ദിവസം കുളിക്കാൻ ഇവർ തീരുമാനിച്ചു. 39ാം ദിവസം വൈകുന്നേരം ഇബ്നു ജഅഫർ എന്ന ആശാരിയെ കണ്ടുപിടിച്ചു. ആ ആശാരി ഒരു കുറച്ച് വയസ്സാണ്, മധ്യവയസ്കനാണ്. മൂപ്പരെ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു, ഇബ്നു ജഅഫർ എത്ര ദിവസമായി നിന്നെ പരിഞ്ഞ് നടക്കണു, എന്തേ നീ എനിക്കൊരു പെട്ടി ഉണ്ടാക്കി തരുമോ? പെട്ടിയോ? ആ ഒരു മരത്തിന്റെ പെട്ടി. മരത്തിന്റെ പെട്ടിയോ? മരത്തിന്റെ പെട്ടി വേണം, വെള്ളത്തിലിട്ട് അത് മുങ്ങാനും പാടില്ല. അപ്പൊ ഇബ്നു ജഅഫർ പറഞ്ഞു, എന്തിനാത്, നീ ഉണ്ടാക്കി തരുമോ? കാര്യം പറ പെണ്ണേ, കാര്യം അറിയണം, ഞാൻ ഇങ്ങനെ പെട്ടി ഉണ്ടാക്കുക. നീ ആരോട് പറയരുതേ. എന്റെ മോനെ ഒന്നു കിടത്താ എന്റെ മോനെ ഒന്നു കിടത്താനേറ്റമില്ലയിൽ തന്നിലൊഴുക്കാന്നു നീയും കൂട്ടിടവേണേ, വേഗമാലുളർത്തിടവേണേ തന്നെ ആരോടും അരുളരുതിന്നെ, ദയനീ കരുതണമെന്നെ, ഇവയൊറ്റയൊരാളും അറിയരുതെന്നെ. വേണം ഒന്നു കൂട്ടി തന്നിടേണേ ജഅഫർ, കേട്ടനെ തന്നെ അത് വേണം ചെയ്തിടേണേ. ഇബ്നു ജഅഫറിനോട് പറഞ്ഞു, എനിക്കൊരു മോനുണ്ട്. മോനോ? ആ ഒരു ആൺകുട്ടിയുണ്ട്, ആരും അറിയില്ല. ഫിറോന്റെ പട്ടാളക്കാരെ അറിഞ്ഞിട്ട് കൊന്നേക്കുമെന്ന് പേടിച്ചിട്ടാണ്. ഒരു പെട്ടിയിലിട്ട് വെള്ളത്തിലിട്ടാലോ എവിടെയെങ്കിലും പോയിട്ട് ആരെങ്കിലും പിടിച്ച് രക്ഷപ്പെടുത്തിക്കോട്ടെ കണക്കൂട്ടിയിട്ടാ നീ ഒരു പെട്ടി ഉണ്ടാക്കിട്ടാ. അപ്പൊ ഇവര് അവർ പറഞ്ഞ പെട്ടി ഉണ്ടാക്കുന്ന ആയുധങ്ങൾ എടുക്കണ്ടേ, ഞാനൊന്നും എടുത്തിട്ടില്ല, എന്നാലും ഒന്ന് പെട്ടെന്ന് നീ ഉണ്ടാക്കി തന്നൂടെ. ജഅഫറിന്റെ ഒരു കാര്യം ചെയ്യും, നീ വീട്ടിൽ പോയിട്ട് പെട്ടി ഉണ്ടാക്കേണ്ട പലകൊക്കെ എടുത്ത് റെഡിയാക്കി വെക്ക്, ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് ആയുധങ്ങൾ എടുത്തിട്ട് ഇപ്പൊ വരാൻ നോക്കും. ഇബ്നു ജഅഫർ അത് പറഞ്ഞ് അവന്റെ വീട്ടിലേക്ക് പോയി. യൂഹാനി എന്ന മൂസാ നബിയുടെ ഉമ്മ സ്വന്തം വീട്ടിലേക്ക് പോയി.
ഇവൻ ജാഫർ പുറയിലേക്ക് പോകുന്ന വൈക്കത്തിയപ്പോ ഇബ്ലീസ് ഇവനോട് കയറി. ഇബ്ലീസ് കയറിക്ക് ഇവന് ദുർബന്ധം ഊതി കൊടുത്തടാ, നീ എങ്ങാനും പെട്ടിയുണ്ടാക്കിയ ഇന്നെ തന്നെയാ പിടിക്കുക, വെറുതെ ഗുൽമാലിൽ നിൽക്കണ്ട, രാജാവിനോട് വിവരം പറഞ്ഞാൽ നിനക്ക് ജീവിക്കാൻ മാത്രമുള്ള പൈസ കൊണ്ട് പോയിക്കൊന്നത്. ഇപ്പൊ നേരെ കൊട്ടാരത്തിൽ പോയി, ആയുധെടുക്കാൻ പോയില്ല. കൊട്ടാരത്തിന്റെ മുന്നിലെത്താൻ പോകുമ്പോൾ ഭൂമി ഇവന്റെ കാല് പിടിച്ച്, വലത്തേക്കാല് ഭൂമിയിലാണ്ട് പോയി. ഇവൻ ചവിട്ടി പിടിച്ചിട്ട് വലത്തേക്കാല് പോക്കി അടുത്തേക്കാല് പോയി. കുറച്ചു കഴിയുമ്പോൾ രണ്ടു കാലം പോയി, മുട്ട വരെ മണ്ണിലേക്ക്. ഇവനെങ്ങനെ പോകണം? മണ്ണിന്റെ ഉള്ളിലേക്ക് പോകാൻ ഇവനാകെ വേദാരോടെ കരയും. ആരോ പറയുന്ന പോലെ തോന്നി ജാഫറേ, ആ കുട്ടിക്ക് പെട്ടിയുണ്ടാക്കി കൊടുത്തേ. ഈ ഭൂമി ഇവരെ പുറത്തേക്ക് വിട്ടി. ഒരൊറ്റ ഓട്ടം പോലെയിലേക്ക് തിരിച്ചു പോയിട്ട് ആയുധം എടുത്തിട്ട് യൂഹാന്റെ വീട് വരെ ഓടി. യൂഹാന്റെ വീട്ടിൽ പോയി കുഞ്ഞിനെ നോക്കി, പെട്ടിയൊക്കെ നോക്കി. എന്നിട്ട് കൃത്യമായി ഒരൊറ്റ ഇരിപ്പിന് ഒരു പെട്ടി ഉണ്ടാക്കി തീർത്തു ഇബ്നു ജാഫർ. അവൻ തന്നോട് വൃത്തിയിലൊരാശയമേറിടലായി അരശരെ കൊട്ടാരം തന്നകവിൽ എത്താൻ കൊതിയേറിടലായി അവനത് അങ്ങ് പുറപ്പെടലായി കിട്ടി. അവനുറ്റയിരുപ്പിലറുപ്പമതാലയൊരുക്കി ശരിക്ക് പൊട്ടൻ അവ തന്നോട് വൃത്തിയിലൊരാശയമേറിടലായി അരശരെ കൊട്ടാരം തന്നകവിൽ എത്താൻ കൊതിയേറിടലായി അവനതങ്ങ് പുറപ്പെടലായി. ചിത്തം വിറകൊണ്ടവനെത്തിയതാ ഫിർഔനിൻ മുന്നിൽ തന്നെ നേരെ ചെന്നോതിടുവാൻ മനസ്സാകെ തുടിച്ചതുമേ. ചിത്തം വിറകൊണ്ടവനെത്തിയതോ ഫിർഔനിൻ മുന്നിൽ തന്നെ നേരെ ചെന്നോതിടുവാൻ മനസ്സാകെ തുടിച്ചതുമേ. കുളിച്ചിരുന്നു വിരുമ്പി കരഞ്ഞിരുന്നു അരശനു കളിവരവായി അവനു പുറമതിലുളരുകയാ. അവനൊറ്റയിരുപ്പിലതുപ്പമതാലയൊരുക്കി ശരിക്ക് അവൻ തന്നോട് ഹൃത്തിലൊരാശയമേറിടലായി അരശരെ കൊട്ടാരം തന്നകമില്ലെത്താൻ കൊതിയേറിടലായി അവനത് അങ്ങ് പുറപ്പെടലായി. മനോഹരമായ പെട്ടിയുണ്ടാക്കി കൊടുത്ത് കൂലി പോലും വാങ്ങാൻ ഇബ്നു ജാഫർ ഇറങ്ങിപ്പോയി. ഇറങ്ങി പോണ പോക്കിൽ വീണ്ടും ഇബ്ലീസ് കയറിയിട്ട് പറഞ്ഞു, ഇത്ര മനോഹരമായ പെട്ടി പിടിച്ചാൽ നിനക്കല്ലാണ്ട് ഉണ്ടാക്കാൻ കഴിയില്ലെന്നറിയാം, അതുകൊണ്ട് ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ കഴുത്ത് കൊടുത്തു, വേറെ അടുത്ത് നിൽക്കണ്ട, പോയി വിവരം പറഞ്ഞു. ഇവൻ ചിന്തിച്ച് ഏതായാലും ഫിറോനോട് പോയിട്ട് വിവരം പറയാം. ഇബ്നു ജാഫർ പോയി. കുറച്ചും കൂടി നടന്നപ്പോൾ ഫിറോ ഇവൻ നിന്നിട്ട് ഇങ്ങനെ ചിന്തിച്ച്, ഈ ബൈക്കേ പോണ്ട, ഇത് ഭൂമിക്ക് വഴിയുണ്ട്, അതുകൊണ്ട് വേറെ ബൈക്കൂട്ടെ പോയിട്ട് വേറെ ബൈക്കൂട്ടെ പോയി കൊട്ടാരത്തിന് മുന്നിലെത്തി. അതൊന്നും ചെയ്തില്ല. കൊട്ടാരത്തിന് മുന്നിൽ പോകുമ്പോൾ ഹാമാൻ ഇങ്ങനെ നിൽക്കുന്നു, കയ്യും കെട്ടിയിട്ട്. ജാഫറിനെ കണ്ടവിടെ ഹാമാൻ ചോദിച്ചു, അല്ല ജാഫറെ, ഇതെന്താ പതിവില്ലാണ്ട് കൊട്ടാരത്തില്? ഇബ്നു ജാഫർ പറഞ്ഞു, എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. നിങ്ങളോടല്ല, രാജാവിനോടാ. എന്നാ പറഞ്ഞു. കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഫിറോൻ ചാരസേരി കുത്തിയിരിക്കുന്നു. ഇങ്ങനെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയപ്പോ ഹാമാനോട് ഫിറോൻ ചോദിച്ചു, അല്ല ഇതാര്? ഒരു പുതിയ ആള്. അപ്പൊ പറഞ്ഞു, ഇവൻ ഈ നാട്ടിലെ ആശാരിമാരുടെ ഉസ്താദാ, അതിവിദഗ്ധനായ ഒരു മനുഷ്യനാ, ഇവനെന്തോ ഒരു സ്വകാര്യങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഉടനെ ഫിറോൻ ചോദിച്ചു, എന്താ നിനക്ക് പറയാനുള്ളത്, എന്നോട് പറ. ജാഫർ കൊണ്ടുവന്നില്ല, ഇങ്ങനെ നിൽക്കുന്നു. ഹാമാൻ പറഞ്ഞു, പറയടാ. ഫിറോൻ പറഞ്ഞു, ഹാമാൻ ഉണ്ടായിട്ടാ നിനക്ക് പറയാൻ വേണ്ടിയെന്ന് നീ ബേജാറാവണ്ട, ഹാമാൻ എന്നെക്കാൾ വലിയ ചക്കയാ, അതുകൊണ്ട് ധൈര്യത്തിൽ പറഞ്ഞോളൂ. ഇവ കൊണ്ടുവന്നിട്ട് അങ്ങനെ നോക്കുന്നു. ഫിറോനെ കൊണ്ട് എഴുന്നേറ്റ്, എന്താ പ്രശ്നം, പറയടാ. ഹാമാൻ പറഞ്ഞു, എടാ പറഞ്ഞോ, രാജാവ് ചൂടായ വാളെടുക്കുന്നത്. ഇവൻ ബേജാറോട് പറഞ്ഞു, ഫിറോൻ പറഞ്ഞു, എടുത്ത് വിട്ടേടാ, പോട്ടെ, ചാവി പുറത്താക്കണോ. പിടിച്ച് പുറത്തോട്ട് പോയി. കൊട്ടാരത്തിന്റെ പുറത്തെത്തുമ്പോ ഇവ റെഡിയായി. ഹാമാൻ ചോദിച്ചെന്താടാ? അതെന്തോ പെട്ടെന്ന് ശരി, വാ വാ, കൂട്ടിക്കൊണ്ട് പോയി. ഫിറോൻ ചോദിച്ചെന്തേ? അല്ല, അത് നിങ്ങളെ ഫസ്റ്റ് കണ്ടപ്പോ ബേജാറായിട്ട് മിണ്ടാൻ കഴിയാണ്ട് ഇപ്പോഴത് ഇപ്പൊ റെഡി ആയി. എന്താ പറ, എന്താ സ്വകാര്യം, എന്താ പറഞ്ഞോളൂ. ഇവന് ജാഫർ തുടങ്ങി. ഫിറോൻ ഹാമാനോട് പറഞ്ഞു, ഇവനെ കൊണ്ടുപോയിട്ട് നടുപ്പുറത്ത് കുഹി ഒരു ചവിഹി ഇല്ലി പിടിച്ച് പുറത്തോട്ട് പോയി. പുറത്തെത്തപ്പോ ഇവൻ നന്നാവുക. പുറത്തെത്തപ്പോ റെഡിയായി. ഹാമാൻ ചോദിച്ചെന്തടാ? അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, പിന്നെ രാജാവിനോട് പുറത്തേക്ക് വരാൻ പറഞ്ഞു. ഹാമാനകത്ത് പോയി. ഫിറോൻ ചോദിച്ചു, പൊട്ട പോയാ? അപ്പൊ പറഞ്ഞു, രാജാവേ, ഓനകത്ത് തീരെ റേഞ്ച് കിട്ടുന്നില്ല, പുറത്ത് ക്ലിയർ ആണെന്നാണ്. ഓടി പുറത്തേക്ക് കൊണ്ടത്. പുറത്തേക്ക് വരുമ്പോ ഫിറോൻ പറഞ്ഞു, പുറത്തുനിന്ന് പൊട്ടക്കളി കളിച്ച ഇങ്ങനെ അടി ഞാൻ പുറത്തേക്ക് കൊടുക്കാം.
ഫിറോൻ പുറത്തേക്ക് വരുമ്പോ രസകരമായ കാഴ്ച എന്താ അറിയോ? ഈ ചങ്ങായിന്റെ വർത്താനം അള്ളാഹിന്റെ ഉള്ളിൽ നിന്ന് വർത്താനം പിടിച്ചു വെച്ചതാ, മുണ്ടാൻ കൈ ഉണ്ടാക്കിയതാ. പക്ഷെ പുറത്തെത്തിയപ്പോ വർത്താനം അങ്ങനെ തന്നെ ഉണ്ട്. കണ്ണിന്റെ കാഴ്ച അള്ളാഹ് എടുത്തു കളഞ്ഞു, കണ്ണ് കാണുന്നില്ല ഇപ്പോ. ഫിറോൻ വന്നിട്ട് എന്താ നിനക്ക് പറയാനുള്ളത്? എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല, എന്റെ കൊട്ടാരത്തിന്റെ പുറത്ത് കൊണ്ടുപോയി വിടുമോ? ആമാൻ തള്ളി കൊട്ടാരത്തിന്റെ പുറത്തു കൊണ്ടുപോയിട്ട് ഗേറ്റ് അടച്ചു. കൊട്ടാരത്തിന്റെ പുറത്തൂടെ കണ്ണ് കാണാതെ ഇവര് ജാഫർ നടക്കാൻ. അങ്ങനെ നടന്നിട്ട് അങ്ങാടിയിലെത്തിയവൻ കണ്ടപ്പോ അറിഞ്ഞപ്പോ കണ്ണ് കാണാതെ ഇബ്നു ജാഫർ കരഞ്ഞുകൊണ്ട് പറയാണ്, ഈ നാട്ടിൽ ഒരുപാട് ശിഷ്യന്മാരിലേക്കുണ്ട്, ഒരുപാട് ചങ്ങാതിമാരുണ്ട്. എന്റെ മന്ത്രി ഇമ്രാന്റെ ഭാര്യ യൂഹാന്റെ വീട്ടിലൊന്ന് കൊണ്ടുപോയി വിടുമോ? മന്ത്രി ഇമ്രാന്റെ ഭാര്യ യൂഹാന്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി ഒന്ന് വിടുമോ? കുറെ ശിഷ്യന്മാർ ഓടിക്കൂടി ഇങ്ങനെ നോക്കിയടാ, ഉസ്താദിനെ കണ്ണാടിയില്ല പിടിക്കടാന്ന്. എല്ലാം കൂടി പിടിച്ച് എന്താ ഉസ്താദ് എന്ന് വെച്ചു, എന്റെ മന്ത്രി യൂഹാന്റെ ഇമ്രാന്റെ ഭാര്യ യൂഹാന്റെ വീട്ടിലൊന്ന് കൊണ്ടുപോയി വിടും. ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ആടെ എത്തി. എന്നിട്ട് പറഞ്ഞാ പോരെ എത്തി, എന്തേ നിങ്ങളെല്ലാം പോയിക്കോ, എല്ലാവരും പോ. ശിഷ്യന്മാരെല്ലാം പോയി. അവ യൂഹാൻ അത്ഭുതത്തോടെ നിങ്ങൾ കാണാണ്. നേരത്തെ പെട്ടി ഉണ്ടാക്കിയിട്ട് പോയി ഇബ്നു ജാഫർ കണ്ണാടോടെ ഇങ്ങനെ വരുന്നത്. യൂഹാൻ ചുരുത്ത് പറ്റി. അപ്പൊ പറഞ്ഞു, പെണ്ണേ നിന്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണിച്ചു തരണം. കൈപിടിച്ചകത്ത് കയറ്റി. എന്നിട്ട് പറഞ്ഞില്ല, നിങ്ങൾ ഉണ്ടാക്കിയ വെട്ടിക്കകത്തന്നാന്റെ പൊന്നുമോൻ നോക്കുന്നു. ആ പെട്ടിന്റെ അടുത്ത് കുത്തിയിരുന്നിട്ട് ഈ ഇബ്നു ജാഫർ കരയാൻ തുടങ്ങി. ഇവനെ കാണുന്നില്ലല്ലോ. അവസാനം കുഞ്ഞിനെങ്ങനെ തൊട്ട് നോക്കുകയാണ്. തൊട്ട് നോക്കിയിട്ട് ആ കൈ കൊണ്ട് ഇവൻ അറിയാണ്ട് വലത്തെ കണ്ണിങ്ങനെ തിരുമ്മി, കണ്ണിന്ന് വെള്ളം വന്നപ്പോ തിരുമ്മി എടുത്തപ്പോ വലത്തെ കണ്ണിന്റെ കാഴ്ച കിട്ടി. ഉടനെ തൊട്ടിട്ട് രണ്ടാമത്തെ കണ്ണ് തിരുമ്മി. മൂസാനബിനെ തൊട്ടിട്ട് കണ്ണ് തിരുമ്മിയപ്പോ കാഴ്ച കിട്ടി. ആ നമ്മളെല്ലാം അറിയാണ്ട് ഇവനെ തൊട്ടിട്ട് കണ്ണിന്റെ അടുത്ത് പോയിട്ട് കണ്ണിന്റെ കാഴ്ച പോയി പോകും. മൂസാനബിനെ തൊട്ട് തിരുമ്മിയപ്പോ കണ്ണിന്റെ കാഴ്ച കിട്ടി. ഇബ്നു ജാഫർ അങ്ങനെ എടുത്തിട്ട് യൂഹാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ഇനി ഈ പെട്ടി നിലത്ത് വെക്കാൻ പാടില്ല. ഏത് വെള്ളത്തിൽ കൊണ്ടിട്ടാലും നിന്റെ കുഞ്ഞിനെ നിന്റെ കയ്യിലേക്ക് കർത്താവായ അല്ലാഹു തിരികെ ഏൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇബ്നു ജാഫർ ഇറങ്ങി കരഞ്ഞുകൊണ്ട് തിരികെ നടന്നപ്പോ സന്ധ്യയാകാൻ കാത്തിരുന്നു, മഗ്‌രിബാകാൻ കാത്തിരുന്നു യൂഹാനിത്. മഗ്‌രിബിന്റെ ഇരുട്ട് പരന്നപ്പോ സ്വന്തം കുഞ്ഞിനെ അടക്കം ചെയ്ത പേടവുമായി നൈൽ എന്ന സുന്ദരമായ നദിയിലേക്ക് യൂഹാനിത് ഇറങ്ങി നടക്കുകയാണ്. വേദനയോടെ വിഷമത്തോടങ്ങനെ സങ്കടത്താൽ കരഞ്ഞു സംഗതിയോ കുഴഞ്ഞു പോ സാഗരം പോ അലിഞ്ഞു പോ സന്താപത്താൽ കണ്ണീര് പോ സങ്കടത്താൽ കരഞ്ഞു പോ സംഗതിയോ കുഴഞ്ഞു പോ സാഗരം പോ അലിഞ്ഞു പോ പെട്ടിയുമായും വന്നെത്തി ചാരണയിലി നടുത്തെത്തി ഇത്തിടും നേരം വേഗത്തി നക്രമിതാ തുഴഞ്ഞെത്തി സന്താപത്താൽ കണ്ണീര് പോ സങ്കടത്താൽ കരഞ്ഞു പോ സംഗതിയോ കുഴഞ്ഞു പോ സാഗരം പോ അലിഞ്ഞു പോ. മഗ്‌രിബിന്റെ സമയത്ത് സന്ധ്യ മയങ്ങിയപ്പോ കുഞ്ഞിനടക്കം ചെയ്ത പെട്ടിയുമായി വിശുദ്ധ നൈൽ നദിക്കരയിലേക്ക് യൂഹാനിത് പുറപ്പെട്ടു. വെള്ളത്തിലേക്ക് ഇടാൻ പോകുമ്പോ പെട്ടെന്ന് വെള്ളത്തിനടിയിൽ നിന്ന് ഉഗ്ര ശബ്ദത്തോടെ വാ പിളർന്നൊരു മുതല പുറത്തേക്ക് വന്നു. മുതലങ്ങനെ നിന്നപ്പോ യൂഹാൻ പെട്ടിയുമായിട്ട് അങ്ങോട്ട് അപ്പുറം പോയി. അവിടെ ഇടാൻ നോക്കുമ്പോൾ അവിടെ ഒരു മുതല. 3 സ്ഥലത്തും മുതലയെ കണ്ടപ്പോ യൂഹാൻ അല്ലാഹുവോട് പറഞ്ഞു, പടച്ചറപ്പേ മുതലയുടെ വായിലേക്ക് ഞാൻ അങ്ങനെ എന്റെ കുഞ്ഞിനെ വെച്ചു കൊടുക്കാം. അള്ളാഹു പിന്നെ മറുപടി വന്നു, യൂഹാൻ അത് മുതലയല്ല, ഇബ്ലീസാണ്. വെച്ച വെള്ളത്തിൽ നിന്നു കുട്ടിയെ വെള്ളത്തിൽ വെച്ചപ്പോ ഒരു അലർച്ചയോടെ ഇബ്ലീസ് പോയി വൈ ഒരു തെരങ്ങട്ട് വന്നു മെല്ലെ. എന്നിട്ട് കുഞ്ഞിനെടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോയി. ഒരു കുട്ടികൾക്ക് എപ്പോൾ ഇഷ്ടമാണ് ഇങ്ങനെ ആടിക്കളിക്കുക, അതുകൊണ്ടാണ് തൊട്ടിൽ കുട്ടികൾ അനങ്ങാണ്ട് കിടക്കുന്നത്. അതുപോലെ മൂസാ നബി എന്ന കുഞ്ഞിനെ അള്ളാഹു തെരമാലയിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ ഒരു രാത്രി മുഴുവൻ പടച്ചവന്റെ സംരക്ഷണയിൽ ഇങ്ങനെ പോയി മൂസാ നബി എന്ന കുഞ്ഞ് ആ പെട്ടിയിൽ. പിറ്റേന്ന് രാവിലെ 40ാമത്തെ ദിവസം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ കുളി. മക്കള് ഉപ്പാനോട് പറഞ്ഞു, ഞങ്ങൾ കുളിക്കാണ്, മാറിയില്ലെങ്കിൽ മയ്യത്ത് ഒളിപ്പിച്ചോളണം. ആയിക്കോട്ടെ.
ഫിറോൻ ആസിയാബിയോട് പറഞ്ഞു, വാ നമുക്ക് അവിടെ പോയിരിക്കാം, രോഗം മാറും നോക്കട്ടെ. ഇവർ രണ്ടാളും വന്നിട്ട് അവിടെ ഇരിക്കും ചെയ്തു. മരത്തിന് ചാടിയിട്ട് ബിബി ആസിയിരുന്നു, അതിനിപ്പുറത്ത് കല്ലുംപുറത്ത് ഫിറോനും കുത്തിയിരുന്നു. ഈ മക്കളോ അവര് വെള്ളത്തിലിറങ്ങി നീന്തി അങ്ങോട്ട് കുളിക്കാനും തുടങ്ങി. അടിപൊളി കുളിയാണ്. കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹു നെയിൽ നദിയിലേക്ക് കൊണ്ടുവന്ന പെട്ടി പെട്ടെന്ന് നെയിൽ നദിയിൽ നിന്ന് റൂട്ട് മാറ്റിയിട്ട് അള്ളാഹു ഫിറോൻ കുഴിച്ച തോട്ടിലേക്ക് അങ്ങോട്ട് കയറ്റി വിട്ടു. പിന്നെ സ്പീഡിൽ ഇങ്ങനെ വരികയാണ്. പെട്ടി ഇങ്ങോട്ട് വരുമ്പോ മക്കള് നീന്തി കുടിക്കും നീന്തി തുടിക്കുന്ന സമയത്തിൽ ഒരു വ്യക്തി വരുന്നുണ്ട് നയിൽ തന്നിൽ. നേരെ അവർ ചെന്നു അജവാലെ അടുത്തെത്തി വാരിയെടുക്കുന്നു അത് ചേലി. നീന്തി തുടിക്കുന്ന സമയത്തിൽ ഒരു പെട്ടി നേരെ വരുന്നുണ്ട് നയിൽ തന്നിൽ. നേരെ അവർ ചെന്നു അജവാലെ അടുത്തെത്തി വാരിയെടുക്കുന്നു അത് ചേലി. പെട്ടി തുറന്നിട്ട് അതിനുള്ളിൽ അവർ നോക്കി പൊട്ടിൻ കമറി പോലൊരു മോനും. ചിട്ടയിലെടുത്തു കൊണ്ടവർ കൊണ്ടു കിടക്കുന്നു പട്ടാലൊരുക്കിയൊരിടം തന്നെ. നീന്തി തുടിക്കുന്ന സമയത്തിൽ ഒരു വ്യക്തി നീല വരുന്നുണ്ട് നയിൽ തന്നിൽ. നേരെ അവർ ചെന്നു അജവാലെ അടുത്തെത്തി വാരിയെടുക്കുന്നു അത് ചേലി. പെട്ടി വെള്ളത്തിലുള്ള സ്പീഡ് ഇങ്ങോട്ട് വന്നപ്പോ ഒരു പെണ്ണ് വിളിച്ചു പറഞ്ഞു, പെട്ടി എല്ലാം കൂടി വലിച്ചു കരക്ക് വെച്ച്, പെട്ടി കരക്ക് വെച്ചപ്പോ മൂത്ത പെൺകുട്ടിയാണ് വലിച്ചു തുറന്ന് നോക്കുമ്പോ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ടൊരു ചെറിയ മോനിങ്ങനെ കിടക്കാണ്. ഈ പെണ്ണിങ്ങനെ നോക്കുമ്പോ ചിരി. ഒരു ചെറിയ കുഞ്ഞൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ചിരിച്ചാല് ഏത് ശിലാഹൃദയന്റെ കൽബും ഒന്ന് പെടക്കും. ഇവളെന്ത് ചെയ്തു ഫിറോന്റെ മൂത്ത പെണ്ണ് മൂസാ നബി അവിടെ തന്നെ വാരിയെടുത്തു. എന്നിട്ട് നനഞ്ഞ ശരീരത്തിൽ ചേർത്ത് പിടിച്ചിട്ട് ഈ സൗന്ദര്യധാമമുള്ള മൂസാ നബിന്റെ മുഖത്തൊരു മുത്തം കൊടുത്ത് അങ്ങനെ കൊടുത്തപ്പോ ഇവിടെ ശരീരത്തിൽ ഒരു കരണ്ടടിക്കുന്ന പോലെ ഷോക്ക് അടിക്കുന്ന പോലെ തോന്നുന്നു ഇവക്ക്. പക്ഷെ അടുത്ത പൊങ്കുടി നോക്കുമ്പോ ഇത്താത്താന്റെ വെള്ളപ്പാട്ട് മാറിയിരിക്കുന്നു. അവള് പറഞ്ഞു, ഇത്താത്തോ വെള്ളപ്പാട്ട് പോയി ഇങ്ങോട്ട് കൊണ്ട ആ സാധനത്തിന് കൊണ്ടാണ് കൊടുത്ത മൂസാ നബി അവളെ കയ്യിൽ അവളെ മുത്തം കൊടുത്ത് രോഗം മാറി. കൊടുത്ത മറ്റുള്ള കയ്യിൽ തലമുറ കൈമാറി കിടാതെ ഞങ്ങൾ സൂക്ഷിക്കുന്നല്ലോ കൊണ്ടെടുത്ത ആ മോഡല് 7 എണ്ണത്തിന്റെ കയ്യിലേക്ക് മൂസാ നബിനെ മാറ്റി. 7 എണ്ണത്തിന്റെ രോഗം മാറി. തിരിച്ചു പൊട്ടി തന്നെ വെച്ച് പൊട്ടി ആ പൂന്തോടത്ത് കുത്തിയിരിക്കുന്ന ഫിറോനും ആസിയ ബീബിയും രണ്ടുപേരെ സെൻട്രലിൽ പൊട്ടിയെടുത്തോണ്ട് വെച്ചു. അപ്പൊ ഹാമാൻ നോക്കിയിട്ട് അല്ല ഫിറോൻ നോക്കിയിട്ട് ചോദിച്ചു, മക്കളെ രോഗം പോയോ? ആ പോയി. ആ വൈദ്യമാക്കർ സാധനം തന്നെ 40ാമത്തെ ദിവസം രോഗം പോയി അല്ലേ? എന്താ പെട്ടിയില്? അപ്പൊ മൂത്ത പെണ്ണ് പറഞ്ഞു, ആ പെട്ടിയിൽ ഒരു സാധനം ഉണ്ട്, ആ സാധനം തൊട്ടപ്പെടാ രോഗം പോയത്. എന്താ സാധനം? ഉപ്പാനോട് ഭർത്താനില്ല. ഏഴാമ തുറന്നു നോക്ക്. ആസിയ വെച്ച് എന്തേ? ഇളമ തുറന്നു നോക്ക്. ഫിറോൻ ചോദിച്ചു, എന്താ മക്കളെ അത്? ലാക്കിന്റെ കാക്ക നിങ്ങളോട് ഭർത്താനില്ലാന്ന് ഉണ്ടാണ്ട് കുത്തിക്ക് ഉപ്പ പോലും. ഇളമ നോക്ക്. ആസിയ ബീബിയെ പെട്ടിയെടുത്ത് മടിയിൽ വെച്ചിട്ട് അങ്ങോട്ട് തുറക്കല. ശത്രു ഫിറോന്റെ മുഖ പാവം മാറുന്നു. പെട്ടിയെ പൊക്കിയെടുത്താസിയ ബീബി തുറക്കുന്നു. പെട്ടനെ ശത്രു ഫിറോന്റെ മുഖ പാവം മാറുന്നു. വിട്ടുവാനോങ്ങിയ വാളുറയിലിട്ട് കഥ തുടരുന്നു. പറയാൻ സമയം കഴിഞ്ഞു. കണ്ണീരാ നിർമ്മിച്ചൊരു പെട്ടിയതാ. പെട്ടിതന്നുള്ളിലൊരാൾ കൊട്ടിയതാ. കിടന്നോ ഒഴുകി വരുന്നു കടവിൽ നിന്നു കാണുന്നു. കണ്ണീരാ നിർമ്മിച്ചൊരു പെട്ടിയതാ. പെട്ടി തുറന്നിട്ട് മൂസാ നബി എന്ന കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുക. പേര് പോലും എന്നിട്ടിട്ടില്ല, പേര് പിന്നെ കൊട്ടാക്കിനട്ടത്. ആ കുഞ്ഞിനെ അങ്ങോട്ട് എടുത്തിട്ട് ആസിയ ബീവി കവിളത്ത് മുത്തം കൊടുത്തിട്ട് ആ മകന്റെ മുഖത്തന്നെ നോക്കിയിട്ട് ഫിറോന്റെ നേരെ നീട്ടാണ്. കുഞ്ഞില്ലാത്ത നമ്മൾക്ക് ജഗന്റെ എന്താവും നൽകിയ കുഞ്ഞ് പറഞ്ഞിങ്ങനെ നീട്ടിയിട്ട് ഫിറോന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ഫിറോൻ ശത്രു ഫിറോന്റെ മുഖ പാവം മാറുന്നു. വെട്ടുവാതോങ്ങിയവാ ഉറയിലിട്ട് കഥ തുടരുന്നു. പറയാൻ സമയം കഴിഞ്ഞു. ഭാവം മാറി ഫിറോൻ വെട്ടാൻ ഒരുങ്ങുമ്പോ ആസിയ ബീവി കുട്ടിയെ മാറ്റി പിടിച്ചു. ചെന്തേ എടി ഇവൻ എന്റെ ശത്രുവാണ്, ഇവനെ ഞാൻ കൊല്ലും. ആസിയ പറഞ്ഞു, നിങ്ങൾ വിട്ടുതം പറയരുത്.
70,000 മക്കളെ നിങ്ങൾ കൊന്നൊടുക്കില്ലേ? ഇത് ഏതെങ്കിലും കിബിത്തി കുട്ടിയായിരിക്കും, അങ്ങനെ പോറ്റാൻ കൈയായിട്ട് വെള്ളത്തിലിട്ടതായിരിക്കും. എന്നാൽ നമുക്ക് ഇവരെ പോറ്റിക്കൂടെ? നമ്മുടെ മോനെ പോലെ. എന്റെ പെണ്ണെ, ഇവരെ തൊട്ടപ്പാണ് ഇവർ രോഗം മാറിയത്. ഇവൻ അത്ഭുതത്തിന്റെ കുട്ടിയാണ്. ആസേബി പറഞ്ഞു, അങ്ങനെ അത്ഭുതം ചെയ്യാൻ കഴിയുന്ന കുട്ടിയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നമ്മളെ മോനായിട്ട് വളർത്തിക്കൂടാ? അങ്ങനെയാണെങ്കിൽ ഇവരെ നമ്മളെ മോനായിട്ട് വളർത്തിയാൽ ഭാവി നിങ്ങളുടെ ശത്രു വന്നാൽ ആ ശത്രുവിനോട് തിരിച്ചടിക്കാൻ ഈ അത്ഭുതം ചെയ്യുന്ന കുട്ടിയെ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൂടെ? ഇങ്ങനെ നിന്ന് അതെ 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 പോട്ടനായി നമുക്ക് വാള് മെല്ലെ ഒറയിലേക്ക് ഇട്ടിട്ട് പറഞ്ഞ്, ആസിയാ നീ പറഞ്ഞ കാര്യം കൊണ്ട. ചിന്തിച്ചോക്കിയ, ഈ കുഞ്ഞിന് ജനിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ കളിയും കളിച്ച് 70,000-ലധികം മക്കളെ കൊന്ന ഫിറോന്റെ കയ്യിലേക്ക് പടച്ചോം വെച്ചു കൊടുത്ത പിടിക്കട ഹംക്കെ, നിന്റെ ശത്രുവിനെ നീ പിടിക്കണം എന്ന് പറഞ്ഞപ്പോ ഒന്നും അറിയാത്ത കേവലം ഒരു പുൽക്കൊടിയായ വിഡ്ഢിയായ ഫിർഔൻ, ഞാൻ അല്ലാഹുവെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ലോകത്തെ പമ്പര വിഡ്ഢിയായ ഫിറൗൻ ഉയർന്ന കൊട്ടാരമുണ്ടാക്കിയ കൊട്ടാരത്തിന്റെ മേൽഭാഗത്തുനിന്ന് അമ്പെയ്ത് വിട്ടു. നിന്റെ പടച്ചോനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ ഫിറോൻ. എന്നിട്ട് ആ അമ്പ് ജിബ്രീൽ പിടിച്ചിട്ട് രക്തം പുരട്ടി താഴേക്ക് വിട്ടപ്പോ അനുയായികളെ പിടിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് അള്ളയില്ലടാ, നിങ്ങൾ അങ്ങനെ ആരെങ്കിലും കുറിച്ച് ഒരാളെ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ കൊന്നിട്ടിട്ടുണ്ട്, ഇതാ ചോര പുരണ്ട അമ്പ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ലോക ജനത്തെ വിഡ്ഢിയാക്കിയ ഫിറോൻ. ആ ഫിറോന്റെ കയ്യിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന കൊച്ചുകുട്ടിയെ അള്ള അങ്ങോട്ട് പിടിപ്പിച്ചു കൊടുക്കുമ്പോ, ആസിയ ബീവിയുടെ കൈകളിലൂടെ പടച്ചം പിടിപ്പിച്ചു കൊടുക്കുമ്പോ, കഥയൊന്നും അറിയാത്ത ഫിറോൻ 2 കൈ കൂട്ടി ആ കുഞ്ഞിനെ മാറോടടക്കി പിടിക്കുമ്പോ മൂസാ നബി ഇവനങ്ങനെ നോക്കി, അലാക്കിന്റെ താടിയുണ്ട് ശൈത്താൻ ഇത്ര വണ്ണുള്ള ആ താടി മൂസാ നബിന്റെ നെഞ്ചത്ത് ഇങ്ങനെ മുട്ടിയപ്പോ കുഞ്ഞുമോനായ മൂസാ നബി കൈയോണ്ട് ഇങ്ങോട്ട് ചുരുട്ടി താടി. പ്രതികാരത്തിന്റെ ആദ്യത്തെ അധ്യായം തുടങ്ങാൻ പോവാ. താടി ചുരുട്ടി ഒറ്റ വലിയ അങ്ങോട്ട് ഭരിച്ചപ്പോ ഫിറോന് നല്ലോണം അങ്ങോട്ട് താടി പൊരിഞ്ഞ് വേദന വന്നപ്പോ ആസിയ ബീവിനോട് പറഞ്ഞു, ആസിയ ഇത് ഞാൻ പറഞ്ഞില്ലേ താടി പൊരിയന സാധനം എന്നാണ്, ഇതെന്റെ താടി പൊരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇത് വല്ലാത്ത സാധനമാണ്, ഇതിനെ ഞാൻ കൊല്ലും. ആസിയ പറഞ്ഞു, ചെറിയ മക്കളല്ലേ, അലാഖിന്റെ താടി കണ്ടെ പിടിച്ചതായിരിക്കും എന്നാണ്. എന്നാലും ആസിയ നല്ല വേദന ഉണ്ട്, സാരമില്ല ചെറിയ കുഞ്ഞിയല്ലേ എന്ന് പറഞ്ഞപ്പോ ഫിറോൻ വീണ്ടും സമാധാനിച്ചിട്ട് പറഞ്ഞു, ശരിയാണ് നല്ല മോനല്ലേ. അതും പറഞ്ഞൊരു ഫിറോൻ തന്റെ കൊട്ടാരത്തിലേക്ക് നടന്നു പോകുമ്പോ, ബാക്കിൽ ആസിയ ബീവി നടന്നു പോകുമ്പോ ഖബർസ്ഥാനിലെ കാവൽക്കാരൻ, ഞാനിവിടെ അവസാനിപ്പിക്കുന്നു, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഖലീലുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമും ഫിർഔനും തമ്മിൽ നടന്ന ഒടുക്കത്തെ യുദ്ധത്തിന്റെയും അവസാനത്തെ അന്തപുരത്തിന്റെയും കഥ ബാക്കിയുണ്ട്. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു സാഹചര്യം സുന്ദരം കിട്ടിയാൽ നമുക്ക് വീണ്ടും അവതരിപ്പിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാകട്ടെ. മൂസാ നബി എന്ന കുഞ്ഞുമായി ഫിറൗൻ കൊട്ടാരത്തിലേക്ക് നടന്നു പോകുന്ന കാഴ്ച മായാതെ മനസ്സിൽ നിങ്ങൾക്ക് ബാക്കി വെച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗ്ഗലോകത്ത് അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂടി തരട്ടെ. മഹാനായ ഖലീലുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയുള്ള മഹാന്മാരായ പ്രവാചകന്മാരുടെ ഹിജാബുണ്ട്. അല്ലാഹു ഈ ലോകവും പരലോകവും നമുക്ക് രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹു ഈമാനോടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ദായിമായി ചൊല്ലുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ കുടുംബത്തെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വിശുദ്ധ മക്കയും പരിശുദ്ധ മദീനയും കാണാനും അവിടെ നിന്ന് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് പൂർത്തീകരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാറ്റിലും ഉപരി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ നമ്മുടെ അഹ്ലുകാരെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവർക്കും നന്ദി. ആദരണീയരായ ഇവിടുത്തെ സംഘാടകർക്ക്, എന്നെ പ്രിയപ്പെട്ട എന്നെ ഇവിടെ എത്തിച്ച എന്നെ ആദ്യമൊക്കെ വിളിച്ച ആദരണീയനായ അബൂബക്കർ ഉസ്താദ്, അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റുള്ള ഉസ്താദുമാര്, എന്റെ ശബ്ദം പിച്ചനെ ശ്രമിച്ച മുഴുവൻ നാട്ടുകാർ, പ്രദേശവാസികൾ, ലേറ്റൻസ് ഉൾപ്പെടുത്തിയ കൂട്ടുകാർ, എല്ലാവർക്കും എന്റെ ഹൃദയബാധ സമർപ്പിച്ചുകൊണ്ട് മറ്റൊരിക്കൽ കാണാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ഞങ്ങൾ ഉൾപ്പെടുത്തണേ എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് താൽക്കാലിക വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മനസ്സ് പോയി ഇനിയും കാട്ടല്ല ഈ കണ്ണിൽ നിന്നും ഇനിയും കണ്ണീര് കാണല്ല. ഇന്നത്തെ ഹബീബിൻ അരികിൽ നീ എന്നെ നിൽപ്പല്ല. ഇത് പിടയുമിട നെഞ്ചിന്നോട് പുതുവസന്ത കാതോർക്കും പൂവ് ഗതിമാറി മറിഞ്ഞിടുന്ന ജീവ്. എല്ലാ ദിനവും എത്ര സ്വലാത്തുകൾ ചൊല്ലി ഞാനല്ല. ഇല്ലായ്മകളുടെ കുഴിയിൽ നിന്നും നീ കരകേറ്റല്ല. കാലങ്ങൾ ഒരുപാട് കൊതിച്ചു പോയി കാതങ്ങൾ അകലേക്ക് മനസ്സ് പോയി കാട്ടല്ല ഈ കണ്ണിൽ നിന്നും കിരിയും കണ്ണീര് കാണല്ല.
അരികിൽ നീ എന്നെതിർത്തല്ല. സുന്ദരമായ രീതിയിൽ പ്രസംഗം നടത്തിയ ബഹുമാനപ്പെട്ട സുബൈർ മാസ്റ്റർക്കും മുന്നണി ഗായകന്മാർക്കും നാടിൻ്റെയും സംഘാടകരുടെയും ജമാഅത്ത് കമ്മിറ്റിയുടെയും പേരിൽ അഖമയിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നാളെ ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് മതപ്രസംഗം ബഹുമാനപ്പെട്ട ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ് തിരിയട്ടെ മനസ്സുകൾ മദീനയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി കൃത്യം 8:30 തന്നെ പരിപാടി ആരംഭിക്കണം. നിങ്ങളെല്ലാവരും എത്രയും നേരത്തെ വന്ന് സദസ്സ് ധന്യമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.